ഇടുക്കി കല്യാണത്തണ്ട് വെട്ടിക്കുഴിക്കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് എത്തിച്ച ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി. നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് 2 ട്രാൻസ്ഫോർമറുകൾ കട്ടപ്പന KSEBയിലെത്തിയത്. കല്യാണത്തണ്ട് വെട്ടിക്കുഴിക്കവല ഹാപ്പി നഗർ മേഖലകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് വോൾട്ടേജ് ക്ഷാമത്തിൽ ദുരിതമനുഭവിക്കുന്നത്. വോൾട്ടേജ് ക്ഷാമം കുടിവെള്ള പദ്ധതികളെയടക്കം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത്. ഇതോടെ വിഷയത്തിന് പരിഹാരമായി 2 ട്രാൻസ്ഫോമറുകൾ അനുവദിക്കുകയും ഇവ കട്ടപ്പന KSEB ഓഫീസിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായി ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. 50,000 രൂപ അതിൽ വരുന്ന കറണ്ട് ബില്ല് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് അവിടുത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവരിപ്പോൾ ഞങ്ങളോട് പറയുന്ന കാരണം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ട് ക്ലാമ്പ്, ആ ട്രാൻസ്ഫോമർ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഇല്ല എന്നുള്ള ഒറ്റ കാര്യപ്രകാരം 2-3 ആഴ്ചയായിട്ട് ഈ ട്രാൻസ്ഫോമർ ഈ KSEBയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് ബന്ധപ്പെട്ട AXC ഉൾപ്പെടെ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ, AE ഉൾപ്പെടെ, അതിന് മേൽ ഘടകത്തിലുള്ള ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് സാധനങ്ങൾ ഈ ക്ലാമ്പിൻ്റെ കുറവാണെന്ന്. നിസ്സാരമായി പരിഹരിക്കപ്പെടാവുന്നൊരു വിഷയമാണ് ഈ കഴിഞ്ഞ ഒരു മാസ കാലഘട്ടമായി KSEBയുടെ അനാസ്ഥ മുഖാന്തരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. നിരവധി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നു എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട ചില സാമഗ്രികളുടെ അഭാവമാണ് കാലതാമസം ഉണ്ടാക്കാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. അടിയന്തരമായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.